കണ്ണൂരിലെ വിവാദ പെട്രോൾ പമ്പിനായി 2 കോടി രൂപ എങ്ങനെ കണ്ടെത്തിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പരിശോധിക്കുന്നു. പമ്പ് തുടങ്ങാൻ പണം കണ്ടെത്തിയത് കള്ളപ്പണം വെളുപ്പിക്കലിലൂടെയാണോ എന്നാണ് ഇപ്പോൾ ഇ ഡി പരിശോധിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കുന്നതിൽ PPDയെ കൂട്ടുനിന്നോ എന്നും ഇ ഡി പരിശോധിക്കുമെന്നാണ് അറിയുന്നത്. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി നമുക്കൊപ്പം ചേരുന്നു. മാത്രവുമല്ല, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ പമ്പ് അലോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. മാത്രമല്ല, കഴിഞ്ഞ 2-3 കൊല്ലമായി കേരളത്തിൽ അവിഹിത മാർഗത്തിലൂടെ പമ്പുകൾ നേടിയെടുത്തു എന്നുള്ള കാര്യവും കേന്ദ്ര സർക്കാർ പെട്രോളിയം മന്ത്രാലയം അന്വേഷിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റവും ലേറ്റസ്റ്റ് ഈ കാര്യത്തിൽ എന്താണ് ശ്യാം നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ? SKN, ഗുഡ് മോർണിംഗ്. കണ്ണൂരിലെ വിവാദ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണമാണ് ED ആരംഭിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ ആരോപണവിധേയനായ പ്രശാന്തൻ, അയാളൊരു സാധാരണ ജീവനക്കാരനാണ് പരിയാരം മെഡിക്കൽ കോളേജിലെ. അങ്ങനെ ഒരാൾക്ക് പമ്പിന് വേണ്ടി, അത് സ്ഥലത്ത് മാത്രമല്ല അല്ലാതെ 2 കോടി രൂപയോളം എങ്ങനെ കണ്ടെത്താൻ സാധിച്ചു? ഇത് കള്ളപ്പണം വെളുപ്പിക്കലിലൂടെയാണോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അഴിമതി നിരോധന നിയമവും PMLA ആക്റ്റും അനുസരിച്ച് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ EDക്ക് ആ വിഷയത്തിൽ ഇടപെടാം എന്നുള്ള സാധ്യതയാണ് ED പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു പുറമെ ഇത്തരമൊരു വിവരം അറിഞ്ഞിട്ട് ഒരു പൊതുപ്രവർത്തക അത് മറച്ചു വെച്ചിരുന്നോ എന്നുള്ളതാണ് ദിവ്യയിലേക്ക് ഈ അന്വേഷണം എത്തുന്നതിനുള്ള ഒരു സാധ്യതയായി കാണുന്നത്. ഏതായാലും ഈ 2 കാര്യങ്ങളും ED പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രശാന്തൻ്റെ ഇടപാടുകളാണ്. നേരത്തെ SKN പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ ചില പെട്രോൾ പമ്പുകളുമായി ബന്ധപ്പെട്ടുള്ള പണമിടപാടുകളിൽ വലിയ ദുരൂഹതയുണ്ട് എന്ന് നേരത്തെ പരിശോധനയിൽ ED സംശയം പ്രകടിപ്പിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്ര ഏജൻസി കണ്ണൂരിലെ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അന്വേഷണത്തിന് പ്രാഥമിക നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബന്ധപ്പെട്ടുള്ള നടപടികൾ കൊച്ചിയിൽ നിന്നുള്ള യൂണിറ്റ് ആരംഭിച്ചു കഴിഞ്ഞു. SKN.